ഗൈസ് ഇത് നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ് കേട്ടോ. റോഡായിട്ടുണ്ട് മഴ പെയ്തിട്ട്. ഗൈസ് നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. കുറേ കാലമായി വീട്ടിലേക്കൊക്കെ വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റൽ കേസിലൊക്കെ ആയിരുന്നു. അപ്പോൾ ഇതാ നമ്മുടെ വീട്ടിലൊക്കെ എത്തിയിരിക്കുന്നത്. പോകുന്ന വഴി കണ്ടപ്പോണ്ടല്ലോ ഞെട്ടിപ്പോയിട്ടോ. അത്രയും വെള്ളം ഇന്ന് 2 ദിവസം പെയ്ത മഴയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീട്ടിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ പുലർച്ചെ ഒരു 2-3 മണിയൊക്കെ ആയപ്പോൾ വെള്ളം 2ാമത്തെ സ്റ്റെപ്പ് വരെ എത്തിയിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ തന്നെ ഇവർ 4 വീലറും 2 വീലറൊക്കെ കുറച്ച് ഉയരമുള്ള സ്ഥലത്തേക്കൊക്കെ കൊണ്ടുവച്ച് പുലർച്ചയ്ക്ക് തന്നെ. ഇത് ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള റീഹാബിലിറ്റേഷൻ സെൻ്ററാണ്, ശാന്തി ഭവന്. അപ്പോൾ അവിടെ ഒക്കെ കണ്ടില്ലേ വെള്ളം കയറിയത്. ഇതൊക്കെ നമ്മുടെ വീട്ടിനടുത്തുള്ള അയൽവാസികളാണ്. പക്ഷെ ഇവിടെ ആരും താമസിക്കുന്നില്ല കേട്ടോ. ഇവിടെ ഒക്കെ കയറിയിട്ടുണ്ട്. ഇവരെ വീട്ടിൻ്റെ ഉള്ളിലേക്കൊന്നും കയറിയില്ല. ഇനി ഇതുപോലെ ഒരു 3-4 മഴ പെയ്താൽ വീട്ടിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറാം. ഇതിപ്പം നമ്മുടെ വീട്ടിലേക്ക് വരുന്ന റോഡാണ്. നമ്മുടെ വണ്ടിയൊക്കെ വേറെ സ്ഥലത്ത് കൊണ്ടുവച്ചതാണ്. എന്നിട്ട് നടന്നു വരികയാണ്. കുറച്ച് സ്റ്റോപ്പ് ചെയ്തിട്ട് കുറച്ച് പറ്റില്ല കേട്ടോ. കുറച്ച് കുത്തനെടുത്ത പോട്ടെ. വെയിൽ കൺസ്ട്രക്ഷൻ നല്ല ഫോഴ്സാണ് കേട്ടോ വെള്ളത്തിന്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ അപ്പാര ഫോഴ്സാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റെയിൽ പാലമാണ്. ഇതിൻ്റെ ഉള്ളിൽ കൂടെ ആൾക്കാർ വഴി നടക്കുന്ന സ്ഥലമാണ്. ഇവിടെ മൊത്തത്തിൽ വെള്ളമാണ് കേട്ടോ. ഈ റെയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ അപ്പുറമൊക്കെ ഒരുപാട് വീടുകളൊക്കെ ഉണ്ട്. ഇതാണ് നമ്മുടെ വീടിനടുത്തുള്ള സെൻറ്റ് ഫ്രാൻസിസ് സ്കൂളാണ്. വെള്ളമാണ് കേട്ടോ സൈഡിലൊക്കെ. പിന്നെ നമ്മുടെ ഹെൽത്ത് സെൻ്ററിലേക്ക് പോകുന്ന റോഡാണ് കേട്ടോ അത്. ഒരു 5 മിനിറ്റ് നടന്നാൽ ഹെൽത്ത് സെൻ്റർ എത്തിയ. അപ്പോൾ ഇത്രയെല്ലാമാണ് നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളും ചുറ്റുവട്ടത്തെ കാഴ്ചകളൊക്കെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെന്ന് ലൈക്ക് ചെയ്യാൻ മറക്കല്ല. താങ്ക് യു.